ഓക്കെ. ആക്ച്വലി വളരെ വർത്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ലേൺ ഹീറോസ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കാം, ഇതിനെ കേട്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ആ, ഇനി വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ക്ലാസ്സോ അല്ലെങ്കിൽ വർക്കോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ആ, ആ ഒരു കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം എങ്ങനെ പണമാക്കി മാറ്റാം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ഒരു കാറ്റഗറി അവരാണ്. ഓക്കെ. അതായത് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ജോബ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ടൈം എങ്ങനെ പണാക്കി മാറ്റാം എന്നുള്ളതിന്റെ ഒരു കാറ്റഗറി. ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം ആണ്. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ട്രേഡിംഗ് പഠിപ്പിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് പഠിപ്പിക്കുക മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് ആക്ച്വലി ട്രേഡിങ്ങിന്റെ പല സർവീസസുകളും നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് രീതിയിൽ ദ വേ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ട്രേഡിംഗ് മാത്രമല്ല, അതിന്റെ ബൈ പ്രൊഡക്ട്സ് റീസെല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓക്കെ, ട്രേഡിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം ത്രൂ കൊടുക്കുന്നത് ഒരു വെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഓൾറെഡി വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെ ആ പൈസ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെലവാക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് മണി മാനേജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും. ദെൻ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമില്ല, പിന്നെ മണി മാനേജ്മെന്റിന്റെ ആവശ്യമില്ല. ദെൻ വേറൊരു ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ. ഇന്ത്യയിലും പുറത്തും എല്ലായിടത്തും ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോറക്സും ഗോൾഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ കറൻസികളിലുള്ള ട്രേഡിങ്ങിനെയാണ് ഫോറക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോറക്സ് മാർക്കറ്റ് ആണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഗോൾഡും ഏകദേശം നിങ്ങൾ ഈ നേരത്തെ എന്താ പറയുക സ്റ്റോക്ക് പോലെ സ്റ്റോക്കിന് പകരം ഇവിടെ ട്രേഡ് ചെയ്യുന്നത് രാജ്യങ്ങളുടെ കറൻസി മീൻസ് ഫോറക്സും പിന്നെ ഗോൾഡ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, സ്റ്റോക്ക് അല്ല. എന്തുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് 9 മണി മുതൽ ഒരു 3:30 വരെയുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലിയിലായിരിക്കും. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫോറക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 24 ഹവേഴ്സ് ഉണ്ട്. ഇന്ത്യക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വൈകിട്ട് ഒരു 5 മണി മുതൽ രാത്രി ഒരു 10 മണി, 11 മണി, 12 മണി വരെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതിനുള്ള ഒരു നെക്സ്റ്റ് ഒരു ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ട്രേഡിംഗ് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിപ്പിച്ചു തരും. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര ആൾക്കാരുണ്ടോ ആ അത്ര ആൾക്കാർ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള എൻട്രീസ് ഞങ്ങളുടെ കുറച്ച് ടീംസ് ഉണ്ട്, പ്രൊഫഷണൽ ടീംസ് ഉണ്ട്. അവരെന്ത് ചെയ്യും, നിങ്ങൾക്കുള്ള എൻട്രീസ് അവർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ആ അതേ ഒരു എൻട്രിയിലായിരിക്കും. ട്രേഡിങ് പഠിച്ചു വരുമ്പോൾ എന്താണ് എൻട്രി, എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഒരുമിച്ചായിരിക്കും നമ്മൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഞങ്ങൾ ഗ്യാരണ്ടി തരും. ഓക്കെ. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, ഓരോ ദിവസവും ഓരോ ട്രേഡും എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒരിക്കലും എല്ലാ ട്രേഡും പ്രോഫിറ്റ് ആയിരിക്കൊന്നുമില്ല. നമ്മൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അങ്ങനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ട്രേഡ്സും പ്രോഫിറ്റ് ആക്കാനുള്ള മാജിക് ടെക്നിക്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡ്സും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തു അത് ലോസ് ആയിരിക്കാം, നെക്സ്റ്റ് ഡേ ഞാൻ ട്രേഡ് എടുക്കുന്നത് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഡേ പ്രോഫിറ്റ് ആൻഡ് തേർഡ് ഡേ പ്രോഫിറ്റ്. അങ്ങനെ ഏറ്റവും കുറവ് പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്, സോറി, ഏറ്റവും കുറവ് ലോസും ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ടീമിന്റെ പവർ.
ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ട്രേഡിങ് വലിയ ക്യാപിറ്റൽ ഒന്നും വേണ്ട. നമ്മളിവിടെ പഠിക്കാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഡെമോയിൽ തന്നെ ചെയ്യാം. ഡെമോയിൽ ചെയ്ത് നിങ്ങളൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റലിലേക്ക് മാറേണ്ട ആവശ്യമുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫോറക്സില് ഗോൾഡിലൊക്കെ നിങ്ങൾ ട്രേഡിങ് നിങ്ങൾ കറക്റ്റ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റലിനായിട്ട്, അതായത് ട്രേഡിംഗ് ക്യാപിറ്റലിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണ്ട, വേറൊരു സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നല്ല ട്രേഡിംഗ് സ്കില്ല് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ട്രേഡിംഗ് സ്കില്ല് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് കിട്ടും. അത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു $1000 പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ $800 നിങ്ങൾക്കും 200 കമ്പനിക്കാണ്. അങ്ങനെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. ഫണ്ട് അക്കൗണ്ട് എന്നാണ് അതിനെ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്ക് നമ്മൾ വഴിയെ പരിചയപ്പെടും. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന ട്രേഡ്സുകളാണ്. ഓക്കെ. ഇത് ഇനി ഇതില് ട്രേഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ട്രേഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാർ വേണ്ട, അതല്ലാതെ പുറമേ നിന്ന് ജോയിൻ ചെയ്തിട്ട് ട്രേഡിങ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ആരും ട്രേഡ് ചെയ്യുന്നവരല്ല. ട്രേഡ് ചെയ്യുന്ന ആരും ഇല്ലേ ഇതില്? ഓക്കെ, മെസ്സേജ് ഓഫ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ട്രേഡിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം വളരെ ആം, വളരെ ബെനിഫിറ്റ് ഉള്ള. ഓക്കെ, ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാമിന് ഏകദേശം 1800 ആൾക്കാർ, സോറി 3000 ആൾക്കാരോളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്യിക്കാം. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണുള്ളത് ആ ഗ്രൂപ്പിൽ എല്ലാവരെയും ജോയിൻ ചെയ്യിക്കാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഈ ട്രേഡിംഗ് ഹവേഴ്സ് മെയിൻലി വരുന്നത്, ഞങ്ങൾക്കറിയാം മോസ്റ്റ് ഓഫ് ദം പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ലൈവ് ട്രേഡിംഗ്, അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ഉം, നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് സെക്ഷൻ വരുന്നത് ഈവനിങ് ടൈമിലായിരിക്കും. ഓക്കെ. ഓക്കെ. ദെൻ ഇനി പ്രോഗ്രാംസ് ആക്ച്വലി എന്താന്നുള്ളത് പറയാം. ഓക്കെ. നമ്മുടെ മോട്ടോ തന്നെ, ദിസ് വൺ സ്കിൽ ക്യാൻ ഫീഡ് യു എനിവേർ ഇൻ ദ വേൾഡ്. ഫോറക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഫോറക്സ് അല്ലെങ്കിൽ ഗോൾഡ് ആണ്. ഗോൾഡ് ആണ് ആക്ച്വലി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, വേൾഡിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം മസ്റ്റ് ആയിട്ട്. ഓക്കെ. ഫോറക്സ് ഞാൻ സ്റ്റോക്ക് പോലെ തന്നെയാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഫോറക്സും ഇച്ചിരി ഹാർഡാണ്, പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പൈസ ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ഫോറക്സ് ആണ്. ഓക്കെ. ബോത്ത് ഫോറക്സ് ആൻഡ് ഗോൾഡ്, ഈ രണ്ടും നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ വേണമെങ്കിൽ പോയാലും ഈ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ആണ്. നമ്മൾ ഇതിനെ പ്രൊഫഷണൽ വേയിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് നമ്മൾ ആക്ച്വലി ടെക് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന് ഈ ഫോറക്സ് ആൻഡ് ഗോൾഡ് ട്രേഡിംഗ് സ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി. ഓക്കെ. നമ്മളിതിൽ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ട്രേഡിങ്ങും അതേപോലെ നമ്മുടെ ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രയോറിറ്റി, ഈ പ്രോഗ്രാമിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ രണ്ട് തിങ്സിലാണ്. ഓക്കെ.
കോളേജുകളിലെ ഒരു ട്രേഡിംഗ് എക്കോസിസ്റ്റം. ആക്ച്വലി നിങ്ങൾ എത്ര പേര് കോളേജ് സ്റ്റുഡന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. കോളേജുകളിൽ ഒരു ട്രേഡിംഗ് എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതും, അതേപോലെ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് അസിസ്റ്റൻസ്. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കാം, അതായത് അവർ നിങ്ങൾക്ക് ക്ലാസ് തരും. പിന്നെ അതിനുശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഒന്നും തന്നെ അവർ അന്വേഷിക്കില്ല. ഇവിടെ നിങ്ങൾ ട്രേഡിംഗ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ലൈവ് ട്രേഡ് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾ പഠിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇത്. ഇനീഷ്യലി നിങ്ങൾ എപ്പോഴും ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ ഫർദർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ. ദെൻ പ്രോഗ്രാം സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ആദ്യം ഞങ്ങൾ പഠിപ്പിക്കും. അതായത് ഫേസ് വണ്ണില് ട്രേഡിംഗ് എങ്ങനെയാണ്, ഫോറക്സ് ആൻഡ് ഗോൾഡ് ട്രേഡിംഗ് ബേസിക് മുതൽ ടോപ്പ് ലെവൽ വരെ നിങ്ങളെ പഠിപ്പിക്കും. ആൻഡ് ഫേസ് ടൂവില് ലൈവ് മാർക്കറ്റ്, അതായത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് ഫേസ് ടൂവിൽ വരുന്നത്. ഫേസ് ത്രീയില് പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒറിജിനൽ എമൗണ്ട് വെച്ചിട്ടൊന്നും ആദ്യം നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യില്ല. നിങ്ങൾ ആദ്യം ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഫേസ് ഫോർ റിയൽ ട്രേഡിംഗിലേക്ക് മാറ്റുള്ളൂ. അത് നമ്മൾ അവിടെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ റിയൽ ട്രേഡിംഗിലേക്ക് മാറ്റുള്ളൂ. ആക്ച്വലി ഈ പ്രോഗ്രാം നിങ്ങൾ പുറത്ത് പോയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് മില്യൺ ഡോട്ട്സും പിന്നെ അതുപോലെ SMK ഒക്കെയാണ്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 43,000 80,000 ഒക്കെയുള്ള കോഴ്സ് പ്രോഗ്രാമാണ്. അതിനേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോഗ്രാമിൽ ഡെലിവർ ആയിരിക്കാം. ഓക്കെ. ദെൻ ഫേസ് ഫോറിലായിരിക്കും നിങ്ങൾ റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഈവനിങ് നമ്മുടെ ഒപ്പം എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ദെൻ ലൈവ് ട്രേഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സീറോ റിസ്ക് ആണ്. ദെൻ റിയൽ ടൈം മെന്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് റണ്ണിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്നത്. ദെൻ ലൈവ് എക്സാമ്പിൾസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ. എങ്ങനെയാണ് റിസ്ക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ. അതൊക്കെ ടെക്നിക്കൽ ടീംസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്കൊന്നും അത് സെറ്റായി തുടങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു സംഭവമൊന്നുമല്ല. വളരെ സിമ്പിൾ ആണ്. പക്ഷെ അവിടെ നിങ്ങൾ ഞങ്ങളുടെ ഗൈഡൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് അടിപൊളിയായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എല്ലാം ഒരു എന്താ പറയാ, നിങ്ങൾ ഇതിലൊരു ടച്ച് കിട്ടണ വരെ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് മാത്രം ഫോളോ ചെയ്യാം. ഓക്കെ. അതിന്റെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഇവന്റ് അസസ്. നമ്മൾ ഓരോരോ പ്രോഗ്രാംസ് സോൾവ് ചെയ്യുമ്പോൾ ഉള്ള ഇവന്റ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദിസ് കോഴ്സ് റിയൽ ട്രേഡിംഗിൽ എൻ്റർ ആവുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിലൊക്കെ അസസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഓഫ് ദം എനിക്ക് തോന്നുന്നു ഫേസ് ത്രീയിൽ പോകും. ഫേസ് ത്രീ ഒക്കെ ആകുമ്പോഴേക്കും ഓക്കെ, ഫേസ് ത്രീ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ പേപ്പർ ട്രേഡിങ്ങിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് പോളിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫേസ് ത്രീയിൽ ഞങ്ങൾ ഒരു ഫിൽട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് അതിന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരിന് മാത്രമാണ് ഫേസ് ഫോറിലേക്ക് എടുക്കുള്ളൂ. ഓക്കെ. പക്ഷെ നിങ്ങളുടെ ഫേസ് വണ്ണിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാനും ഫേസ് ടൂവിൽ അത് റിയൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനും ഫേസ് ത്രീയിൽ നിങ്ങൾക്ക് അത് ഡെമോയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഫേസ് ഫോർ എന്ന് പറയുന്നത് പ്രോപ്പർ മണി പ്രിന്റിംഗ് ആണ്. അതായത് റിയൽ മണി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഫേസ് ഫോറിലേക്ക് എടുക്കുള്ളൂ. ഫേസ് ത്രീ വരെ നിങ്ങൾക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഈ ഇവന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പെയ്ഡ് ഒന്നല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യിക്കാം.
ഓക്കെ, എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും ജോയിൻ ചെയ്യിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഫ്രീ ആണ് ആക്ച്വലി. ട്രേഡ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ആക്ച്വലി ഞങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ കോപ്പി ചെയ്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞാൻ ഇന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സെഷൻ, അതായത് ട്രേഡിങ്ങിന്റെ ഫസ്റ്റ് സെഷൻ എന്നാന്നുള്ളത് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഒരു 2 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. ക്ലാസ് ഹവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈവനിങ് സെക്ഷൻ ആണ്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ യു ഗൈസ് ഇഫ് യു ആർ പ്രൊവൈഡിങ് ഇറ്റ് ഫോർ ഫ്രീ സോ മെനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജിങ് 40K to 50K? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ആക്ച്വലി ഇതൊരു കമ്മ്യൂണിറ്റി ആണ്. ക്ലാസ് ഹവേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, രഞ്ജിത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മോസ്റ്റ് ഓഫ് ദം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഡിപ്പെൻസ്. നിങ്ങൾക്ക് 1000 രൂപ മുതലൊക്കെ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആം, 1000 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഡെമോ ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഡെമോ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ലൈവ് ട്രേഡിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ട്രേഡിന്റെ ബേസിക് ട്രേഡിന്റെ ബേസിക് എന്തൊക്കെ വേണം? ഓക്കെ, നമുക്കൊരു മൊബൈൽ ഫോൺ മാത്രം ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. ആൻഡ് നിങ്ങളൊരു നോട്ടും പെന്നും കയ്യിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. വാട്ട് ഈസ് യുവർ പ്രോഫിറ്റ് ഇൻ ടീച്ചിങ് us? ഡെയിലി എത്ര ഹവേഴ്സ് ക്ലാസ് ഉണ്ടാവും? മെയിൻലി വി ആർ ഫോക്കസിങ് ടു ബിൽഡ് എ ബിഗ് കമ്മ്യൂണിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്സ് ഒന്നും വേണ്ട. ആക്ച്വലി ബേസിക് മുതൽ അഡ്വാൻസ് വരെ ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിപ്പിച്ചു തരാം. നമുക്കിവിടെ ഡിമാറ്റ് അക്കൗണ്ട് അല്ല, ആക്ച്വലി ഫോറക്സിന് വേറൊരു അക്കൗണ്ട് ആണ്. അത് ഞങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം, എപ്പോൾ ഓപ്പൺ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സുകൾ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ സെഷൻസ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എത്ര പേരിനെ ആഡ് ചെയ്യാൻ പറ്റും അത്രയും പേരെ ആഡ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ ഇനി ആരെങ്കിലും ട്രേഡ് ചെയ്ത് ലോസിലാണ് നിൽക്കണേ, അങ്ങനെയൊക്കെ ഉള്ളവരിനൊക്കെ, പിന്നെ ഈ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഇതിലേക്ക് ആഡ് ചെയ്തോ. സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും ഫാർ ബെറ്റർ ആണ് ഇത്. ആക്ച്വലി അവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാരണമാണ് ഇന്ത്യയിലെല്ലാവരും അല്ലെങ്കിൽ ഹലോ എല്ലാവരും പറഞ്ഞു. ഹലോ പറഞ്ഞു. ഹലോ. ഇത് നമ്മളെ A to Z പഠിപ്പിക്കാൻ എങ്ങനെയായിരുന്നു? നമുക്ക് ബേസിക് നമുക്ക് ഒന്നില് ബേസിക്സ് ഒന്നും അറിയില്ലെങ്കിൽ ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ബേസിക്സ് വേണ്ട, നിങ്ങൾ ട്രേഡിംഗ് എന്താന്ന് പോലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല.
നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അതാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ. അതായത് നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് വെക്കുക. അത് ഓക്കെ അത്തരത്തിലുള്ള ഒരാളെ വരെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡോണ്ട് വെറി. ഓക്കെ 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 താങ്ക്സ്. നിങ്ങൾ തരുന്ന സിഗ്നൽസ് ആക്യുറേറ്റ് ആണോ? ആക്ച്വലി ഐ വിൽ ഷെയർ അവർ പ്രീവിയസ് 2 weeks ട്രേഡ് ഹിസ്റ്ററി. ഓക്കെ, ഹൗ മെനി മന്ത്സ് നീഡ് ടു കംപ്ലീറ്റ് ദിസ്? ആക്ച്വലി ട്രേഡിംഗ് ഒരു മെത്തേഡ്, ട്രേഡിംഗ് പഠിക്കാനുള്ള ഒരു ബേസിക് സെക്ഷന് നമുക്ക് ഏകദേശം ഒരു 5 days അല്ലെങ്കിൽ 6 days മതി. ആൻഡ് നമ്മളൊരു ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു തരും. അതിനും ഇതേപോലെ ഏകദേശം ഒരു 2-3 ദിവസം മതി. ട്രേഡിംഗ് പഠിക്കാനുള്ള ടൈം എടുക്കുന്നത് അതിൽ എക്സ്പേർട്ട് ആവാനാണ് ടൈം എടുക്കുക. ഓക്കെ, ട്രേഡിംഗ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ അതിൽ എക്സ്പേർട്ട് ചെയ്യാനാണ് നമ്മൾ ടൈം എടുക്കുന്നത്. ലാപ്പ് ഓർ ടാബ് ഈസ് മാൻഡറ്ററി? നോ, നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടായാൽ മതി. ലാപ്പ് ഉണ്ടെങ്കിൽ ഫാർ ബെറ്റർ. ഫോൺ ഉണ്ടെങ്കിലും നമുക്കിത് നടക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഇസ് എ ബാങ്ക് അക്കൗണ്ട് നീഡഡ്? ട്രേഡിങ്ങിന് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. ട്രേഡിങ്ങിന് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമാണ്. റിയൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ അത് വിട്ടും. ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യണത്? ഓക്കെ, അപ്പൊ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതില്. വി ആർ മെയിൻലി യൂസിങ് ലിക്വിഡിറ്റി. നിങ്ങൾ സ്റ്റോക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബെറ്റർ ഇതാണ് സ്കാൽപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മെയിൻലി എക്സ് ഐ യൂസ്ഡ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്കാൽപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അറിയാത്തവര് പേടിക്കേണ്ട. അതായത് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ അധികം നേരം ഉണ്ടാവില്ല. നമ്മളൊരു ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 30 minutes or 1 hour അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങും. അല്ലാതെ നമ്മൾ ലോങ് ഹോൾഡിംഗ് ഒന്നും ചെയ്യില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. SIP ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? വെൽത്ത് മാനേജ്മെന്റിൽ ഒരു പ്രൊഫഷണൽ, അതായത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെന്റർ നിങ്ങൾക്ക് എന്തായാലും എത്തരത്തിലുള്ള SIPs, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ട്രേഡിംഗ് പഠിക്കുന്നു, സെക്കൻഡ് ഫേസിൽ നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്യുന്നു ഞങ്ങളുടെ ഒപ്പം, തേർഡ് ഫേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലൈവ് ട്രേഡിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ആ ഫണ്ട് നിങ്ങൾക്ക് ശരിക്കും ഹാൻഡിൽ ചെയ്യാം, അത് ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് പറഞ്ഞുതരും. ആക്ച്വലി എന്റെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡിംഗ് പഠിപ്പിക്കുക ആൻഡ് ലൈവ് ട്രേഡിംഗ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, മറ്റ് സെക്ഷനിലൊക്കെ വേറെ വെണ്ടേഴ്സ് വന്നിട്ട് ചെയ്യും. ആക്ച്വലി ഇത് നിങ്ങൾക്ക് വളരെ വർത്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു വലിയൊരു ഹ്യൂജ് നമ്പേഴ്സിലേക്ക് എത്തണം. അപ്പൊ നിങ്ങൾ പരമാവധി ഈ ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക്സ്, നിങ്ങളുടെ ഏതൊക്കെ ഗ്രൂപ്പ്സിന്റെ ലിങ്ക്സ് ആണോ അത് പരമാവധി ഷെയർ ചെയ്യാം. ഒരുപാട് പേര് റെക്കോർഡിംഗ് സെക്ഷനാണ് നോക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും പരമാവധി ലൈവ് ട്രേഡിംഗ് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇൻട്രാഡേ, ഓക്കെ, ആക്ച്വലി ഇത് ടൈപ്പ് ഇൻട്രാഡേ ആണ്. മെയിൻലി നമ്മൾ സ്കാൽപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈവ് ആണ്, ലൈവ് ആണ്. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സെഷന്റെ ഡേറ്റ് ഞങ്ങൾ നാളെ തന്നെ അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾ പരമാവധി, കുറെ പേർക്ക് എക്സാംസ് ഒക്കെയാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ ഈവനിങ് ടൈമിൽ ഒരു 1 hour ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ പരമാവധി ലൈവ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ലൈവ് ക്ലാസ് ടൈം ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഈവനിങ് ആയിരിക്കും, 8 to 9 ആയിരിക്കും നമ്മുടെ ടൈം വരുന്നത്, അല്ലെങ്കിൽ ഒരു 8:30 to 9 ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ സെഷൻസ് വരാം. ഈവനിങ് ആയിരിക്കും. ഓക്കെ, ഈവനിങ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ട്? ഓക്കെ.
ഓക്കെ ഗൈസ്, ദെൻ വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മീറ്റിംഗ് ലീവ് ചെയ്യാം. നാളെ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷന്റെ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഈ പ്രോഗ്രാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ ഗൈഡൻസ് തരാനും അതേപോലെ തന്നെ ലൈവ് ലൈവ് ട്രേഡിങ്ങിൽ ആക്യുറേറ്റ് ആയിട്ട് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ലൈവ് ട്രേഡ്സ് കൊടുക്കാനും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, ദെൻ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. After this, can we go through this trade as a permanent job? It depends upon you. Okay. See, ട്രേഡിങ്ങിൽ ആക്ച്വലി സംടൈംസ് നിങ്ങളുടെ സാലറി വൺ ഡേ ട്രേഡ് പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു ഫോർ ജോയിനിങ്.